ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നിലവാരം കുറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണത്തിൽ കേരളം ദേശീയ തലത്തിൽ 2ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം. AICTE ജോയിന്റ് ആയിട്ട് IIT മദ്രാസിന്റെ ഒക്കെ കൂടെ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ റിസൾട്ട് എന്നോണമാണ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് 1ാം സ്ഥാനത്തും കേരളം 2ാം സ്ഥാനത്തും എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാരമില്ലായ്മയിൽ എത്തി എന്നുള്ളൊരു റിപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇതിന്റെ പരിഹാരം എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് 165ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലായിട്ട് ഏകദേശം 150-ന് മുകളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതിന് പുറമെ NIT കാലിക്കറ്റും IIT പാലക്കാടും കുസാറ്റും ഒക്കെ തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പക്ഷെ കേരളത്തിൽ KTUവിന്റെ അണ്ടറിലുള്ള ഏകദേശം 30-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വിജയ ശതമാനം വെറും 25% താഴെയാണ്. ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ലോ കാര്യങ്ങളോ ഇല്ലാതെയാണ് പലപ്പോഴും നമ്മളെ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയി പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോർ എഞ്ചിനീയറിംഗ് കോമ്പിറ്റൻസിയോ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ലുകളോ ഇല്ല എന്നുള്ളത് എത്രമാത്രം ദയനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം വേണ്ടേ? കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എഡ്യൂടെക്നീഷ്യൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ വരുന്ന ജനുവരി മുതൽ നമ്മൾ ഒരു പുതിയ കോഴ്സ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റത്തിൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ പോലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കുന്ന ആളുകൾക്ക് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ വലിയ സാധ്യതകളാണ് പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ലെവലിലുള്ള സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 6 മന്തിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റത്തിലുള്ള ഒരു പ്രോഗ്രാമും, അതോടൊപ്പം AI ഡാറ്റാ സയൻസ്, നമുക്കറിയാം AIയുടെ ഇന്റഗ്രേഷൻ എല്ലാ സെഗ്മെന്റുകളിലും ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള സാധാരണ കൺവെൻഷണൽ കോർ കമ്പ്യൂട്ടർ റിലേറ്റഡ് അല്ലാത്ത ബ്രാഞ്ചുകളിൽ പോലും AIയുടെ ഇന്റഗ്രേഷൻ വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഒരു ഓറിയന്റേഷൻ കിട്ടുന്ന രീതിയിൽ AI ഡാറ്റാ സയൻസിൽ മറ്റൊരു പ്രോഗ്രാം നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന ജനുവരി മുതലാണ് കോഴ്സിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ നടക്കുന്നത്. കൃത്യമായിട്ട് ഒരു ഇൻഡസ്ട്രി റെഡി സ്കിൽ സെറ്റ് അക്യൂർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുക, ജോയിൻ ചെയ്യുക. വിശദ വിവരങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്.